അങ്ങനെ 2024 മാർച്ച് മാസത്തിലാണ് ഇത്രയും നാൾ മെട്രോ തുടങ്ങിയിട്ട് നമ്മുടെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും അതുപോലെ അച്ഛനമ്മയൊക്കെ തിരുവല്ലയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ വന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ തൃപ്പൂണിത്തുറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആലുവയിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ടിക്കറ്റുകൾ നമ്മുടെ ദുബായ് മെട്രോ പോലെ നോൾ കാർഡും കാര്യങ്ങളല്ല, പേപ്പർ ടിക്കറ്റാണ്. അത് അതിലുള്ള ഒരു സ്കാനറുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒറ്റ ടിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ, 8 ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ആ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് കയറി വരാം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇവിടെ അവർ ഏർപ്പാടാക്കിയിട്ടില്ല. വരും കാലയളവിൽ നോൾ കാർഡ് പോലുള്ള കാർഡുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ട് ടാഗ് ചെയ്ത് മുന്നോട്ട് കടന്നു വരാം. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായ സിസ്റ്റം നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞ് ഇവിടെ നിന്നാണല്ലോ നമ്മുടെ തൃപ്പൂണിത്തുറ വരെയുള്ള ആ സ്റ്റേഷൻ്റെ ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ആലുവയിൽ നിന്നാണ് നമ്മുടെ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടം വരെ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ്. എല്ലാവരും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന ഒരു രംഗം കൂടിയാണ്. രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നൊരു സീനിലാണ്. അങ്ങനെ മെട്രോ എത്തി. മെട്രോയിലേക്ക് കയറി. അങ്ങനെ ആദ്യമായിട്ട് മെട്രോ കയറിയിരുന്നു. ഏകദേശമൊക്കെ ദുബായ് മെട്രോ പോലെ തന്നെയാണ്. വളരെ മനോഹരമായ നല്ല കോച്ചുകളും നല്ല സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ യാത്ര തുടർന്നു. The metro system is under CCTV surveillance. For all the latest updates and offers, please follow and visit our YouTube, Facebook, and Insta. അങ്ങനെ ആലുവ മുതൽ തൃപ്പൂണിത്തുറയുള്ള 1 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങളെ ഓട്ടോറിക്ഷയിലാണ് തൃപ്പൂണിത്തുറ പാലസിലേക്ക് പോയത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഓട്ടോറിക്ഷയിൽ നാട്ടിൽ വന്നിട്ട് കയറാൻ സാധിച്ചു. അങ്ങനെ ആ യാത്ര ഏകദേശം 15 മിനിറ്റ് ഉണ്ടാകുന്നുള്ളൂ. തിരിച്ചും ഞങ്ങൾ പാലസ് കണ്ടു കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ പാലസിന് മുന്നിൽ നിന്ന് നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലേക്ക് ഓട്ടോയിലൂടെ തിരിച്ചു വന്നത്. അത് വളരെ മനോഹരമായ യാത്രയായിരുന്നു. ചെറിയ യാത്ര, ചെറിയ ചില്ലിലൂടെയുള്ള കാഴ്ച. നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല. നാട്ടിലെത്തിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായൊരു അനുഭവം. മാർച്ച് മാസത്തിലെ കത്തി നിൽക്കുന്ന സൂര്യനെയൊക്കെ ഞങ്ങൾ പിന്നിലാക്കിയിട്ട് അങ്ങനെ തൃപ്പൂണിത്തുറ പാലസ് വിസിറ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 സമയത്ത് തിരിച്ച് ഓട്ടോറിക്ഷയിൽ താഴെ വന്നിട്ട് മേളിലേക്ക് കയറി വരുന്ന രംഗമാണ്. ഹോസ്റ്റലൊക്കെ നല്ല ഉറക്കമാണ്. ഈ തൃപ്പൂണിത്തുറ ഈ മെട്രോ സ്റ്റേഷൻ കാണാൻ നല്ല രസമാണ്. കാരണം ആ രാജകീയ പ്രൗഢിയിൽ തന്നെയാണ് അവർ ആ മെട്രോ സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നതും. അതേപോലെ നമ്മൾ ദുബായിൽ കാണുന്ന കിങ്സിൻ്റെ
അതേ ലെവലിലുള്ള നമ്മുടെ നാട് ഭരിച്ചിരുന്ന അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളെല്ലാവരും പ്ലാറ്റ്ഫോമിലെത്തി അവിടെ വെച്ചൊരു ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞു. ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആലുവയിൽ ട്രെയിൻ വരണമല്ലോ, അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണ് കാണുന്നത്. ഏകദേശം ട്രെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്റ്റൊക്കെ നല്ല ഉറക്കത്തിലും പപ്പയും മമ്മിയൊക്കെ അങ്ങനെ ആദ്യമായിട്ട് തൃപ്പൂണിത്തുറ പാലസ് കണ്ട ഒരു സമൃദ്ധിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹരമായ യാത്രയായിരുന്നു. ആലുവ ടു തൃപ്പൂണിത്തുറ വരെയുള്ള മെട്രോ യാത്രയും തൃപ്പൂണിത്തുറ പാലസിലെ മനോഹരമായ വിസിറ്റും അടിപൊളി.